പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചു, എത്ര അതിശയകരമായിട്ട് സൂക്ഷിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കഴിഞ്ഞ പകൽക്കാലം കൂടെ ഇരുന്നു, സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പാ കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കിയതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാത്രികാലം ഉറങ്ങുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങൾ ഉണർന്നത്, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, കൃപ. ആ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച് ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ 15-ാം തീയതി ഈ മാസത്തിൻ്റെ പകുതി ദിവസങ്ങളായപ്പോൾ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിന് സ്തോത്രം. ഈ 15 ദിവസവും ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. 3-ാം മാസത്തിൻ്റെ ആദ്യത്തെ പകുതി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്ത കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം, ഇത്രത്തോളം നടത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം. ഇനി നടത്തുന്ന ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. അമേൻ. യഹോവ വലിയവനെന്ന് നമ്മുടെ കർത്താവ് സകല ദേവന്മാരും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. 135-ാം സങ്കീർത്തനമാണ് പറഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം അങ്ങ് നല്ലവനാപ്പ, അങ്ങ് വിശ്വസ്തനാപ്പ, അങ്ങ് വാക്കുമാറാത്തവന്, അങ്ങേപോലെ മറ്റാരുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേപോലെ മറ്റാരുമില്ലല്ലോ, അതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. തൻ്റെ കുഞ്ഞുങ്ങൾ നേരിടുന്നതായ അവരുടെ സകല ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അവരുടെ സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കർത്താവെ, കടഭാരത്താൽ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പകൽക്കാലം വിടുവിക്കപ്പെടട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മുമ്പിൽ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് അത്യാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ, ആമേൻ സാമ്പത്തിക ആവശ്യങ്ങളുടെ മുമ്പിൽ ദൈവിക സഹായം, ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ആയിട്ട് പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് നിൽക്കുന്നു, എന്നാൽ കൈകളിൽ വഴികളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ദൈവിക ഇടപെടൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. വേഗത്തിലോടുന്ന ദൈവത്തിൻ്റെ വചനത്തെ കർത്താവ് അവർക്ക് വേണ്ടി അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് വെന്റിലേറ്ററിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരുടെ പ്രതീക്ഷകളൊക്കെ കൈവിട്ട് കളഞ്ഞപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ മരിക്കത്തില്ല, അവർ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞങ്ങൾ വീണ്ടും അവരെ നോക്കി പ്രഖ്യാപിക്കുന്നു, അവർ മരിക്കത്തില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമേൻ. അവർ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ സ്വയമേ ശ്വാസം എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ അവർ ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ മഹത്വത്തെ അവർ വർണ്ണിക്കട്ടെ. ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ നാമത്തിൽ
ഇപ്പോൾ തന്നെ ആ വെന്റിലേറ്റർ പേഷ്യൻസ് സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രതീക്ഷകൾ കൈവിട്ടരുത്. നസ്രനായ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ. അതുപോലെ കർത്താവേ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കണം. എക്സാംസ് നടക്കുന്നതിലോ കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവെ, കുഞ്ഞുങ്ങളുടെ എക്സാമിൽ കർത്താവിൻ്റെ പ്രത്യേക പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ മറ്റെല്ലാവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നതിന് സ്തോത്രം. ആമേൻ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നാളെ നടക്കുവാനുള്ള സഭായോഗങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാളത്തെ സഭായോഗം ലോകവ്യാപകമായ ഒരു ചലനമുണ്ടാകട്ടെ. ഒരു ഉണർവിന് കാരണമായി തീരട്ടെ. ഒരു വലിയ ആത്മപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന സഭായോഗങ്ങൾ ലോകമെമ്പാടും ഒരു ചലനമുണ്ടാക്കുവാൻ കർത്താവ് ഇടവരുത്തണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, മറ്റുള്ളവർക്കൂടെ കൊടുക്കാം. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അത് അവരുടെ ജീവിതത്തിലും നന്മയ്ക്ക് കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 122 സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യത്തിൽ ദാവീദിൻ്റെ ആരോഹണ ഗീതമാണ്. ദാവീദ് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ പാടിയ ഗീതമാണ്. അവിടെ പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദാവീദ് പറയുക, ആലയത്തിലേക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. സ്തോത്രം. കാരണം എപ്പോഴും ഓർത്തോണം, പലപ്പോഴും ദൈവജനം ആരാധനയ്ക്ക് ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ചിലപ്പം പ്രാധാന്യം കൊടുക്കാതിരിക്കാറുണ്ട്. എന്നാൽ ഒരുമിച്ചുള്ള ആരാധനയ്ക്കും ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യമാണ് വേദപുസ്തകം കൽപ്പിക്കുന്നത്. ദാവീദിനറിയാം, ജനം ഒന്നിച്ചു നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് പ്രത്യേക അനുഗ്രഹമുണ്ട്. അവിടെ ഒരു കോർപ്പറേറ്റ് വർഷിപ്പ് നടക്കുമ്പോൾ അവിടെ ഒരു കോർപ്പറേറ്റ് അനോയിൻറ്റിങ് വ്യാപരിക്കും. ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ് തൻ്റെ ദൈവമക്കൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ നടക്കുന്നത്. നിങ്ങൾ വലിയ അഭിഷേകമുള്ളവരായിരിക്കാം, ഭയങ്കര കൃപയുള്ളവരായിരിക്കാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും തനിച്ചിരുന്ന് ആരാധിക്കാം. പക്ഷെ നമ്മൾ നോക്കിക്കേ, അഭിഷേകം ശക്തമായി കൈകാര്യം ചെയ്ത പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് കൂട്ടായ്മയ്ക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുത്തു. ദൈവത്തെ ഒന്നിച്ചു കൂടി വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അപ്പം നുറുക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും പൗലോസ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒന്നിച്ചു കൂടിയിരിക്കുന്നിടത്ത് വ്യാപരിക്കുന്ന പ്രത്യേകമായ ആത്മശക്തിയുണ്ട്. ആ ആത്മശക്തി എന്ന് പറയുന്നത് നമ്മളെ ഉയർത്തുന്ന ദൈവശക്തിയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ദൈവശക്തിയാണ്, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ദൈവശക്തിയാണ്, നമ്മളെ മുൻപോട്ട് പോകാൻ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കാണാൻ കഴിയുന്നു. 6-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യത്തിലും പറയുന്നു, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരിക്കുക. ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:14 പറയുന്നു, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ആമേൻ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ കാലത്ത് ഏകദേശം 120 പേരുള്ള സംഘം കൂടിയിരിക്കുന്നു. അപ്പം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ഒന്നിച്ചുള്ള ആരാധനയ്ക്കും പ്രാധാന്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2:1 പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. സ്തോത്രം. അതിൻ്റെ 2:44 പറയുന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. സകല ജനത്തിൻ്റെയും കൃപയെ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പം ഒന്നിച്ചു കൂടിയിരുന്ന് ആരാധിക്കുന്നതിനും സഭായോഗം കൂടുന്നതിനും അപ്പം നുറുക്കുന്നതിനും ഒക്കെ അതിന് പ്രത്യേകമായ അനുഗ്രഹമുണ്ട്. അതിനകത്ത് വ്യാപരിക്കുന്ന പ്രത്യേക അഭിഷേകമുണ്ട്. ശത്രു ഒരു ദൈവവൈതലിനെ തകർക്കുവാൻ പദ്ധതിയിടുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവനായിരിക്കുന്ന കൂട്ടായ്മയിൽ നിന്ന് അകറ്റിക്കളയും. അതിന് പിശാച് എന്തെങ്കിലും ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ കൊടുക്കും. ഒന്നിൽ അവിടുത്തെ ലീഡർമാർ ശരിയല്ലെന്ന് പറയും, അല്ലെങ്കിൽ ആ ജനം ശരിയല്ലെന്ന് പറയും, അല്ലെങ്കിൽ ഇന്നയാൾ എന്നോട് അങ്ങനെ പെരുമാറിയത് കൊണ്ട് ഇനി ഞാൻ ഇനി ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല. ചില ഒഫൻസസ് അവൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് കൊടുക്കും. എന്നിട്ട് അവനെ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് വലിച്ചു പുറത്തിറക്കും, തനിച്ചാക്കും. എപ്പോഴും ഓർത്തോണം, ആ ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുമ്പോൾ തിരിച്ചറിയണം,
ഇത് പിശാച് നമ്മളെ നശിപ്പിക്കാനുള്ള പദ്ധതിയാണ്. ഇങ്ങോട്ട് നോക്കിയേ, നമ്മളിപ്പം ഈ തീക്കനലുകൾ ഒന്നിച്ചിട്ട് കത്തിക്കുമ്പോൾ ഭയങ്കര പ്രകാശമായിട്ട് നിൽക്കുക. എന്നാൽ കത്തി നിൽക്കുന്ന ഒരു തീക്കൊള്ളി എടുത്ത് തന്നെ മാറ്റി വെച്ച് നോക്കി, അത് സാവധാനത്തിൽ കെട്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഒരു ദൈവ പൈതൽ കൂട്ടായ്മയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് ആമേൻ പഴയ ആ ശോഭയിൽ നിന്ന് മങ്ങി 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 ആമേൻ വേഗത്തിൽ എന്തു ചെയ്യും, അത് ക്ഷീണിതമായി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ ആരാധനയിൽ ആലയത്തിൽ ഒന്നിച്ചുകൂടി വരുമ്പോൾ കർത്താവ് യെരമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യെരമ്യാവിൻ്റെ പുസ്തകം 3:15 ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഹൃദയത്തിനൊത്ത, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും. അപ്പോൾ കർത്താവ് നമുക്ക് ഇടയന്മാരെ തരും. അവർ നമുക്ക് ദൈവിക വചനവും പരിജ്ഞാനവും പ്രബോധനവും ഒക്കെ കൈമാറും. അത് നമ്മൾ ഭക്ഷിച്ച് അതിൽ ആ കൂട്ടായ്മയിൽ അവൻ ഒരുമിച്ച് നിന്ന് വളരുമ്പോഴാണ് ദൈവിക ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ കൂട്ടായ്മ മുടക്കരുത്, സഭയിൽ നിന്ന് മാറിപ്പോകരുത്. ഇടർച്ചകളൊക്കെ ഉണ്ടാകാം, മനുഷ്യർ കൂടുന്ന സ്ഥലമാണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങളെപ്പോഴും ഓർത്തോണം, സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം 133-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ആമേൻ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു, അതെത്ര ശുഭവും അതെത്ര മനോഹരവുമാകുന്നു, അത് എത്ര സന്തോഷം നൽകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. 133-ാം സങ്കീർത്തനം അവിടെ ഇങ്ങനെ പറയുന്നത്, അത് വസ്ത്രത്തിൻ്റെ വെളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ അനുഗ്രഹവും ശാശ്വതവുമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നന്മ വെളിപ്പെടുത്താൻ കൂട്ടായ്മ ആവശ്യമാണ്. ഞാൻ തനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സംഭവങ്ങളാണ് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നും. പക്ഷേ വേദപുസ്തകം നമ്മളെ തനിച്ചു വിടാനല്ല ആഗ്രഹിക്കുന്നത്. എപ്പോഴും കൂട്ടായ്മ വേദപുസ്തകം ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വഭാവ രൂപവൽക്കരണത്തിനും നമ്മുടെ മുന്നേറ്റത്തിനും നമ്മുടെ ആത്മപകർച്ചയ്ക്കും ഇമ്പാർട്ടേഷനുകൾക്കും പ്രബോധനങ്ങൾക്കും എൻകറേജ്മെൻറ്റ് എല്ലാത്തിനും സഭായോഗം ആവശ്യമാണ്. അതുകൊണ്ട് നാളെ നിങ്ങളുടെ സഭായോഗത്തെ നിങ്ങൾ മുടക്കരുത്. നാളെ ഞായറാഴ്ചയാണ് ലോകത്തെല്ലായിടത്തും. ആമേൻ. ലോകത്തെ ഒരുവിധപ്പെട്ട രാജ്യങ്ങളിലെല്ലാം സഭായോഗമുണ്ട്. നിങ്ങളിത് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഭായോഗം നിങ്ങൾ മുടക്കരുത്. സഭായോഗത്തിൽ പോകണം, അപ്പം നുറുക്കണം, അതിൽ പങ്കാളികളാകണം, കൂട്ടായ്മ കൂടണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൂട്ടായ്മയുടെ ശക്തിയും നിറവും നിങ്ങളുടെ ലൈഫിൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ, നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. ദൈവിക വീര്യപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നടക്കും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. കൂട്ടായ്മ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടായ്മകൾ മുടക്കരുത്.